ഈ സദസ്സിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമ്മളൊരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്തിനും തർക്കവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഒരു തർക്കവുമില്ലാതെ സിവിലൈസ്ഡ് എന്നല്ല, ഡിസിപ്ലിൻഡ് സൊസൈറ്റി. ഇവിടെ കൂടിയിട്ടുള്ള ഈ കൂട്ടത്തെ എനിക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നു. എല്ലാ വിധത്തിലും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇത് ദീനിന്റെ വഴിയിലാണ്. ഈ ഒരു ക്വാളിറ്റി തന്നെയാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അതാണ് നേരത്തെ എഞ്ചിനീയർ മുഹമ്മദ് സൂചിപ്പിച്ചത്, സമവായത്തിന്റെ, രഞ്ജിപ്പിന്റെ, സമന്വതയുടെ എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത് എനിക്ക് നന്ദി പറയാനുള്ളതും അഭിനന്ദിക്കേണ്ടതും ഇവിടെ സംസാരിച്ചിട്ടുള്ള ഗ്രൂപ്പുകളെയും ഗ്രൂപ്പിന്റെ പ്രതിനിധികളെയും. ഒന്ന് ജമിയത്തുൽ ഉലമ, രണ്ടാമത്തത് ഹിജറ കമ്മിറ്റി ഓഫ് ഇന്ത്യ. സമയബന്ധിതമായി, വിഷയബന്ധിതമായി സംസാരിച്ചു എന്നത് അത് വലിയ ഒരു കാര്യമാണ്. അറിവിന്റെ ഭാഗമാണത്, അച്ചടക്കത്തിന്റെ ഭാഗമാണ്, സിവിലൈസേഷന്റെ ഭാഗമാണ്. സംസാരിച്ചവരെയും അവരെ പ്രൊമോട്ട് ചെയ്ത വിഭാഗത്തെയും MSSന്റെ പേരിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുക. വാസ്തവത്തിൽ ഈ അന്വേഷണം, ഇങ്ങനെ ഒരു കൂട്ടത്തെ വിളിച്ചു ചേർത്ത് ഇങ്ങനെ ഇന്ന് ചർച്ച ചെയ്ത് എന്തിന് MSS എന്ന് ചോദിച്ചാൽ, നേരത്തെ സ്വാഗത പ്രസംഗം ഞാൻ സൂചിപ്പിച്ചിരുന്നു, സത്യാന്വേഷണ ത്വരയുടെ ഭാഗമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, സൊസൈറ്റിയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ ചില അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്താണ്, അതെങ്ങനെയാണ് എന്ന് കേൾക്കാൻ റസൂലുള്ളാഹ് മാത്രമല്ല ഖുർആൻ തന്നെ നേരിട്ട് അന്വേഷിക്കാനും പഠിക്കാനും സമഗ്രമായ പഠനത്തിനും, വെറും അന്വേഷണമല്ല, സമഗ്രമായ അന്വേഷണത്തിനും പഠനത്തിനും മനനത്തിനും അതുവഴിയുണ്ടാവുന്ന അറിവിനും തൽസംബന്ധമായി രൂപപ്പെടുന്ന നിഗമനങ്ങൾക്കും, അതൊക്കെയാണല്ലോ ഇജ്തിഹാദൊക്കെ വന്നു വരുന്നത്, അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വലിയ, വളരെ വിശാലമായ ഒരു മതം അതാണ് നമ്മുടേത്. ആ അർത്ഥത്തിൽ സത്യാന്വേഷണത്തിന്റെ ത്വര, ആ ത്വരയുടെ ഭാഗമായാണ് MSS ഇതേപോലെ അന്വേഷണം ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ചർച്ചയിൽ സംബന്ധിച്ചവരെ, ചർച്ച ശ്രദ്ധിച്ചവരെ, ചർച്ചയുടെ അതിന് താല്പര്യപൂർവ്വം അതിനെ പ്രാമുഖ്യം മനസ്സിൽ സൂക്ഷിച്ചവരെ എല്ലാവരെയും MSSന്റെ പേരിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ ചർച്ച ആവശ്യമെങ്കിൽ തുടരുന്നതിനും, തർക്കമില്ലാതെ ഈ വിധത്തിലുള്ള ഒരു ചർച്ചയാണെങ്കിൽ തുടരുന്നതിനും MSSന് അഭിപ്രായാന്തരങ്ങളൊന്നുമില്ല. ആവശ്യമായ ഘട്ടങ്ങളിൽ അതിന് MSS തയ്യാറായിരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ വിളിച്ച കൂട്ടത്തിൽ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു.